പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായി കെപിസിസി നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ സിപിഎമ്മുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ബിജെപി മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പൗരത്വ നിയമ ഭേദഗതിയിൽ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷവും നിയമത്തെ അനുകൂലിച്ച് ബിജെപിയും പ്രചാരണം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഭേദഗതിക്കെതിരെ ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിൽ നടത്തിയ ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന നിയമമാണ് വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സിപിഎമ്മിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഭരണഘടനാ ലംഘനം ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം? അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? പൗരത്വത്തിന് മതത്തിന്റെ നിറം കൊടുത്തിരിക്കുന്നുവെന്ന് ശശി തരൂർ എംപിയും പറഞ്ഞു. ഭരണത്തിൽ വന്നാൽ സിഎഎ പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടിയും ഉറപ്പമായിട്ട് ജയിക്കും. ഉറപ്പമായിട്ട് നമ്മുടെ സർക്കാർ വരുമ്പോൾ ഈ സിഎഎനെ ശ്രീ എൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ മുദ്രാവാക്യം പോലെ ഈ സിഎഎനെ അറബിക്കടലിൽ നമ്മൾ വലിച്ചെറിയാൻ പോവുകയാണ്. എം ഹസൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ധർണയിൽ പങ്കെടുത്തു. രാവിലെ കെപിസിസി ഓഫീസിൽ ചേർന്ന നേതൃയോഗത്തിലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുതൽ നേതാക്കളോട് മണ്ഡലങ്ങളിൽ സജീവമാകാനും നേതൃയോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.